നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, എമർജൻസി വിഭാഗം AJ ഹോസ്പിറ്റൽ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ചോക്കിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ രാത്രി കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മാതാപിതാക്കളെ ഭയപ്പെടുത്തുന്നതായിട്ടും അവർ പാനിക്കായിട്ടും ഓടി കാണുന്ന കേസിലൊന്നാണ് ചോക്കിംഗ് എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളിലും വലിയവരിലും ഒക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാറ്റഗറൈസ് ചെയ്ത് എന്താണ് അതിൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു. ആദ്യമേ തന്നെ 2 വയസ്സ് താഴെ ആവുമ്പോൾ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളിലായിരിക്കും ആസ്പിറേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നെറുകെ കയറുക. നമ്മൾ വായിൽ കൂടി എന്ത് പദാർത്ഥം താഴേക്ക് പോയാലും അത് അന്നനാളവും അല്ലെങ്കിൽ ശ്വാസകോശം, ഈ 2 ഏരിയയിലേക്കേ പോകത്തുള്ളൂ. അതിൽ അന്നനാളം വഴിയെ പോകേണ്ടതായിട്ടുള്ളതാണ് ഭക്ഷണ പദാർത്ഥം. അതിന് പകരം അത് ശ്വാസനാളത്തിൽ അറിയാതെ കയറുമ്പോഴാണ് ഈ ചോക്കിംഗ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്: പാർഷ്യൽ ചോക്കിങ്ങും കംപ്ലീറ്റ് ചോക്കിങ്. അതായത് പൂർണ്ണമായിട്ട് ശ്വാസനാളം അടഞ്ഞു പോകുന്നതും പകുതി അടഞ്ഞു പോകുന്ന 2 കേസുകൾ. പൂർണ്ണമായിട്ട് ശ്വാസനാളം അടഞ്ഞു പോയി കഴിഞ്ഞാൽ ശ്വാസം ഒട്ടുമേ അകത്ത് കിടക്കത്തുമില്ല, പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് പോകാം. കുഞ്ഞ് നീല കളറിലേക്കോ കുഴഞ്ഞു പോവുകയോ അനക്കമില്ലാതെയോ ആവുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്ക് CPR കൊടുക്കുക എന്നുള്ളത്. ഇനി അങ്ങനെയല്ല, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന പോലെ, അതായത് പാർഷ്യൽ ചോക്കിങ്, കംപ്ലീറ്റ് ആയിട്ട് ശ്വാസനാളം അടഞ്ഞിട്ടില്ല, ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒന്നിൽ കുഞ്ഞിൻ്റെ കണ്ണ് രണ്ടും തള്ളി ഇങ്ങനെ ഇരിക്കാം, കൈയും കാലും ഇട്ടടിക്കാം, കരയാൻ പറ്റാത്ത രീതിയിൽ സ്റ്റക്കായി ഇങ്ങനെ വാ തുറന്ന് ഇരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒട്ടും പാനിക്കാവാതെ തന്നെ നമ്മൾ കുഞ്ഞിനെ നമ്മുടെ ഇടത്ത് കൈയിലേക്ക് വായ തുറന്ന് പിടിക്കുന്ന രീതിയിൽ കിടത്തുക. നമ്മുടെ ഇടത്ത് തൊടയിലേക്ക് വെക്കുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റും. തുടർന്നിട്ട് കൈ നമ്മുടെ റിസ്റ്റിൻ്റെ അകംഭാഗം ബാക്ക് സ്ലാപ്പ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഷോൾഡർ ബ്ലേഡിൻ്റെ നടുക്ക് വച്ചിട്ട് 5 തവണ ബാക്ക് സ്ലാപ്പ് കൊടുക്കുക. അതേ കൈയിൽ തന്നെ ഇപ്പുറത്തോട്ട് ചരിച്ചിട്ട് നെഞ്ചിൽ CPR കൊടുക്കുക, അതും 5 തവണ. അങ്ങനെ വീണ്ടും തിരിച്ചിട്ട് ബാക്ക് സ്ലാപ്പ് കൊടുക്കുക. ഇതിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണോ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് ആ ഫോറിൻ ബോഡി പുറത്ത് വരുന്നത് അതുവരെ ചെയ്യുക. അതല്ല കുഞ്ഞ് അബോധാവസ്ഥയിലേക്കോ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ CPR തുടങ്ങുക. CPR തുടങ്ങേണ്ടത് ഫ്ലാറ്റായിട്ടൊരു പ്രതലത്തിലേക്ക് കിടത്തിയിട്ട് CPR 2 വിരൽ കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം വാ തുറന്ന് കുഞ്ഞിന് നമ്മുടെ 2 ശ്വാസം വായിലേക്ക് കൊടുക്കുക. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. 30 തവണ നെഞ്ചിൽ പ്രസ് ചെയ്യുന്നു, 2 തവണ ശ്വാസം കൊടുക്കുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എപ്പോഴാണോ വൈദ്യസഹായം തേടാൻ പറ്റുന്നത് അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ ഇനി 5 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാവുന്ന അവസ്ഥയായതുകൊണ്ട് ആഞ്ഞ് ചുമയ്ക്കാൻ പറയുക. ചുമയ്ക്കുമ്പോൾ തന്നെ അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. നമ്മുടെ ഉള്ളിലേക്ക് കടന്ന ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്ന ഫോറിൻ ബോഡി ആഞ്ഞ് ഇമ്പൾസീവായിട്ട് തിരിച്ച് പുറത്ത് വരാൻ അത് സഹായിക്കും. അങ്ങനെ ചുമയ്ക്കാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ നമുക്ക് ബാക്കിൽ ഇതേപോലെ തന്നെ അവരുടെ ഷോൾഡർ ബ്ലേഡ് ഉണ്ടല്ലോ, 2 തോളെല്ലിൻ്റെ നടുക്കായിട്ട് ഇതേപോലെ തന്നെ റിസ്റ്റിൻ്റെ ഇന്നർ ഭാഗം വെച്ച് 5 തവണ കണ്ടിന്യൂസ് ആയിട്ട്, 5 തവണയോ കണ്ടിന്യൂസ് ആയിട്ടോ ബാക്ക് ലാഷ് കൊടുക്കാവുന്നതാണ്. ഇനി ഇങ്ങനെയും പുറത്തു വരാത്ത കേസിൽ ഈ പറഞ്ഞ പോലെ കുഴഞ്ഞു വീണ് പോവുകയാണെങ്കിൽ അവിടെയും CPR തുടങ്ങുക. ഇനി 12 വയസ്സിന് മുകളിലേക്ക് അഡൽട്ട്സിലേക്ക് കടക്കുമ്പോൾ ഹീംലിക് മാനുവർ എന്ന് പറയുന്നൊരു ടെക്നിക്കാണ് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഏത് വ്യക്തിക്കാണോ ഇതേപോലെ ചോക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് അതൊരു യൂണിവേഴ്സൽ സൈൻ എന്ന് പറയും. നമ്മൾ ചോക്കിംഗ് സൈൻ എന്ന് പറയുന്നത് 2 കൈ വെച്ച് കഴുത്തിൽ പിടിച്ചിട്ട് അനങ്ങാൻ പറ്റാതെ കണ്ണ് തള്ളി മുന്നോട്ടാഞ്ഞ് നിൽക്കുന്നൊരു സിറ്റുവേഷനാണ് യൂണിവേഴ്സൽ ചോക്കിംഗ് സൈൻ. അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളത് ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ പുറകിലേക്ക് പോയി നിന്ന് നമ്മുടെ റിസ്റ്റ് ഫിസ്റ്റ് ഉണ്ടാക്കുക. ഈ രീതിയിലൊരു ഫിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് പൊക്കിളിൻ്റെ മോൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് മറ്റേ കൈ വെച്ച് ആഞ്ഞ് ബാക്ക്വേർഡ് അപ്വേർഡ്, അതായത് ബാക്കിലേക്കും ഉള്ളിലേക്കും മുകളിലേക്കും ഫോഴ്സിൽ ആഞ്ഞമർത്തിക്കൊണ്ടേ ഇരിക്കുക. ആ മുകളിലേക്ക് അമർത്തുന്ന ഫോഴ്സിൽ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അത് പുറത്തേക്ക് വരുന്നെങ്കിൽ അത് ചെയ്യുക. അതെല്ലാം എപ്പോഴാണോ ബോധം കെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പഴയ പോലെ തന്നെ CPR തുടങ്ങുക.